നമസ്കാരം. ഭാരതാംബ ചിത്രവിവാദത്തെ തുടർന്ന് ഗവർണറുമായിട്ടുണ്ടായിരുന്ന നല്ല ബന്ധം ഇല്ലാതായതിന് പിന്നാലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതോടൊപ്പം തന്നെ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കുന്നതിനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കാണും. മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ കേരള സർക്കാരിനും SFIക്കും ഉണ്ടായിരുന്നത് സർവകലാശാലയുമായിട്ടുള്ള വിഷയമായിരുന്നു. അതേ വിഷയം തന്നെയാണ് പുതിയ ഗവർണർ ചാർജ് എടുത്തപ്പോഴും ഉണ്ടായിരുന്നത്. എന്നാൽ ആരിഫ് ഖാനുമായിട്ടുള്ള പ്രശ്നം വലിയ രീതിയിൽ വഷളാവുകയും SFI വിദ്യാർത്ഥികൾ ആരിഫ് ഖാനെ റോഡിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനമടക്കം ആക്രമിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ അത് വലിയൊരു തരത്തിലേക്ക് ഒരു ഗുരുതരമായ പ്രശ്നവും അവസാനം CRPFന്റെ സുരക്ഷയടക്കം ആരിഫ് മുഹമ്മദ് ഖാന് നൽകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. എന്നാൽ അതൊന്നും തന്നെ ഈ സമയത്ത് ഉണ്ടാവാതെ, അതായത് പുതിയ ഗവർണർ ചാർജ് എടുത്തപ്പോൾ അങ്ങനെയൊന്നും തന്നെ ഉണ്ടാവാതെ നോക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആവശ്യമാണ്. കാരണം വരുന്ന ദിവസങ്ങളിലടക്കം, അതായത് ഇനിയിപ്പോൾ ഉടനെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഈ വർഷം അവസാനത്തോടെ തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ ഈ സർക്കാരും അതോടൊപ്പം തന്നെ ഗവർണറുമായിട്ട് വലിയ രീതിയിലൊരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. കാരണം നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആരോഗ്യ മേഖല, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖല എല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും കൂടെ തകർന്ന് തരിപ്പണമായാൽ അത് വരുന്ന തെരഞ്ഞെടുപ്പിലടക്കം കുട്ടികൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കാനുള്ള ഒരു സൗകര്യം സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കുന്നില്ല എന്നൊരു കാര്യത്തിലേക്ക് എത്തുമ്പോൾ അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പുകൾ ഇതെല്ലാം തന്നെ ഉന്നയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്നും ഗവർണറുമായിട്ടും അതോടൊപ്പം തന്നെ സർവകലാശാലയുടെ വിഷയങ്ങളെല്ലാം തന്നെ എന്താണോ ഗവർണർ പറയുന്നത് അത് അക്ഷരം പ്രതി അനുസരിക്കാനുള്ള ഒരു നീക്കമാണ് പിണറായി വിജയന്റെ മനസ്സിലുള്ളത്. അതായത് ഇപ്പോൾ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് ഗവർണർ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ആ നിലപാടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. അതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു തീരുമാനത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് VC മോഹൻ കുന്നുമ്മൽ 2 ദിവസത്തിന് മുന്നേ സർവകലാശാലയിലേക്ക് എത്തിയപ്പോൾ SFI നേതാക്കളൊന്നും തന്നെ അവിടേക്ക് എത്തരുത് അല്ലെങ്കിൽ VCയെ തടയരുത് എന്നുള്ള ഒരു അനൗദ്യോഗികമായ ഒരു നിർദ്ദേശം SFI നേതാക്കൾക്ക് പാർട്ടി തന്നെ നൽകിയത്. ഒരു മഞ്ഞുരുക്കിന്റെ ഒരു ഘട്ടത്തിലേക്ക് അഥവാ ആ ഒരു സമയത്തിലേക്ക് സർക്കാർ ഇതിനെ കൊണ്ട് എത്തിക്കുന്നു എന്നൊരു നീക്കമാണ് ഇപ്പോൾ കാണുന്നത്. അതായത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു 3:30 കൂടിയായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറെ കാണാനായിട്ട് ഔദ്യോഗിക വസതിയായ രാജ്ഭവനിലേക്ക് എത്തുക. മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഗവർണറും നേരത്തെ ഡൽഹിയിലായിരുന്നു, ഇന്നലെയൊക്കെ ഡൽഹിയിലായിരുന്നു. അവിടെ വെച്ച് തന്നെ കാണാൻ ഒരു ശ്രമം നടത്തിയിരുന്നുവെങ്കിലും അതിന് സാധിച്ചില്ല എന്നതാണ് വസ്തുത. ഭാരതാംബ ചിത്രവിവാദത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ സമവായത്തോടെ പരിഹരിക്കാനും ഉൾപ്പെടെയുള്ള ശ്രമങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. കേരള സർവകലാശാലയിലെ ഭാരതാംബ ചിത്രവിവാദവും രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷനും അതിനെ തുടർന്നുണ്ടായ സമര കോലാഹലങ്ങളുമെല്ലാം സർക്കാരിന്റെ പ്രതിച്ഛായ ഇടിച്ചതായാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ സർവകലാശാലയിൽ എത്തിയിട്ടും SFI നേതാക്കളോട് ഒരു തരത്തിലുമുള്ള പ്രശ്നവും ഉണ്ടാക്കരുത് എന്ന് പാർട്ടി ഓഫീസിൽ നിന്നടക്കം ഒരു നിർദ്ദേശം കിട്ടിയത്. വൈസ് ചാൻസലറെ സർവകലാശാലയിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നടക്കം SFI ഭീഷണി മുഴക്കിയതും 2000-ഓളം ബിരുദ സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടാതെ കെട്ടിക്കിടക്കുന്നതും സർക്കാരിന് കൂടി അതൊരു കടുത്ത തിരിച്ചടിയാകും എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ ഈ നിർണായകമായ നീക്കം. ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രി പ്രശ്ന പരിഹാരത്തിനായി ഗവർണറെ കാണാൻ തീരുമാനിക്കുന്നത്. ഗവർണറെ പിണക്കാതെ തന്നെ സർവകലാശാല വിഷയങ്ങളിൽ ഒരു തീരുമാനം കൈക്കൊള്ളാനാണ് സർക്കാരിന്റെ നീക്കം. വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആരോഗ്യ വകുപ്പുകൾ പുറമെ സർവകലാശാലയും മൊത്തത്തിൽ ഒരു കുഴപ്പത്തിലാക്കിയാൽ സർക്കാർ മൊത്തത്തിൽ ഒരു പരാജയമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതെ ഇരിക്കാനാണ് പിണറായി വിജയന്റെ ഒരു നിർണായകമായ നീക്കം ഇപ്പോൾ ഉണ്ടായത്. ഇതേ തുടർന്നാണ് VCയുമായി ചർച്ച നടത്താൻ മന്ത്രി ബിന്ദുവിനോട് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. മന്ത്രി 2 വട്ടം ഫോണിൽ വിളിച്ചതിനെ തുടർന്ന് VC മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും പ്രശ്ന പരിഹാരമുണ്ടായില്ല. സസ്പെൻഷൻ അംഗീകരിച്ച് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ സർവകലാശാലയിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് VC മന്ത്രിയോട് ആവശ്യപ്പെട്ടത്. ഇക്കാര്യം മന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ വീണ്ടും രജിസ്ട്രാർ ഓഫീസിൽ എത്തിയതോടെ സമവായ ശ്രമങ്ങളെല്ലാം പൊളിഞ്ഞതായാണ് വിലയിരുത്തുന്നത്. രജിസ്ട്രാർ അവധിയിൽ പോവട്ടെ എന്ന് മന്ത്രി പറഞ്ഞെങ്കിലും VC വഴങ്ങിയില്ല. സസ്പെൻഷൻ ഉത്തരവ് ഡോക്ടർ KS അനിൽകുമാർ അംഗീകരിച്ച് മാറി നിന്നാൽ പ്രശ്ന പരിഹാരം ഉണ്ടാകുന്നതിനും അതിനുശേഷം തിരിച്ചെടുക്കാൻ അപേക്ഷ നൽകിയാൽ അനുകൂലമായ ഒരു തീരുമാനമെടുക്കാമെന്നും VC മന്ത്രിയെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. നിയമവാഴ്ച ഉറപ്പാക്കാൻ സസ്പെൻഷൻ അംഗീകരിച്ചേ മതിയാവൂവെന്നായിരുന്നു VCയുടെ നിലപാട്. സിൻഡിക്കേറ്റ് യോഗം അടിയന്തരമായി വിളിക്കാൻ തീരുമാനിച്ചു എന്ന് മന്ത്രി പറഞ്ഞുവെങ്കിലും VC അതിന് തയ്യാറായില്ല.
രജിസ്ട്രാർ മാറിയെന്ന് ഉറപ്പായ ശേഷം മാത്രമേ സിൻഡിക്കേറ്റ് വിളിക്കൂ എന്നാണ് VC-യുടെ നിലപാട്. ഇതോടെ പ്രശ്നപരിഹാരത്തിന് മന്ത്രി ബിന്ദു നടത്തിയ ഇടപെടലുകൾ ചീറ്റിപ്പോയി എന്നതാണ് സാരം. ഇന്നലെ രാത്രി തലസ്ഥാനത്തെത്തിയ ഗവർണറെ ഇന്ന് തന്നെ മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തിയ കാര്യങ്ങൾ പറഞ്ഞ് ഗവർണറെ ബോധ്യപ്പെടുത്തേണ്ടത് മുഖ്യമന്ത്രിക്ക് ആവശ്യമാണ്. അതായത് മുഖ്യമന്ത്രിയുടെ കൂടി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഗവർണർ എന്ത് പറയുന്നു അക്ഷരം പ്രതി പിണറായി വിജയൻ അത് അംഗീകരിക്കും. അതുകൊണ്ട് തന്നെയാണ് സിൻഡിക്കേറ്റിന്റെ അടുത്തൊന്നും വലിയ രീതിയിലൊരു പ്രതിഷേധമായി പോകണ്ട എന്നൊരു സർക്കാരിന്റെ ഒരു നിലപാടും കൈക്കൊണ്ടിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.